ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5 ഒരു ടോപ്പിക്കാണ് മിമോ സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്മിറ്റ് ആൻറ്റിനയും ഒരു റിസീവ് ആൻറ്റിനയും ആയിരിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ചാനലില്ലെങ്കിൽ ആ ഒരു പാത്തിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസോ എന്തെങ്കിലും ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹിൽ മൗണ്ടൻ ടെറൻസ് ഒക്കെ ഉണ്ടായാൽ ഈ സിഗ്നൽസിന് എന്ത് സംഭവിക്കും? ഫെയ്ഡിങ് സംഭവിക്കും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫെയ്ഡിങ് എന്ന് വെച്ചാൽ ഈ സിഗ്നൽസ് പല ടൈമിൽ റീച്ച് ചെയ്യാൻ, അതുപോലെ ഡിലേ സംഭവിക്കും, അതുപോലെ എററുകൾ സംഭവിക്കും. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മിമോ ടെക്നിക്ക്. അപ്പോൾ അതിൽ പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുവാ. മിമോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റംസ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻപുട്ട് ട്രാൻസ്മിറ്റേഴ്സും മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ട്രാൻസ്മിറ്റേഴ്സും, അതായത് ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻറ്റിനാസ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ആൻറ്റിനാസും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിഗർ ആദ്യത്തെ തന്നെ ഈ സ്ലൈഡിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ബ്ലോക്ക് ഡയഗ്രമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ട്രാൻസ്മിറ്റർ, അവിടെ ഒരു ഇൻപുട്ട് ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും, അവിടെ ഒരു റിസീവർ ഉണ്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്മിറ്റർ ആൻറ്റിനാസ് കണ്ടോ 1 to n, അതുപോലെ റിസീവർ ആൻറ്റിനാസ് എന്തുണ്ടായിരിക്കും 1 to n. അതായത് മൾട്ടിപ്പിൾ ആൻറ്റിനാസാണ് നമ്മൾ സോഴ്സിലും ഡെസ്റ്റിനേഷനിലും യൂസ് ചെയ്തേക്കുന്നത്. Introduction to MIMO system. The use of multiple antennas at the transmitter and receiver in wireless system, known as MIMO technology, has gained popularity due to its powerful performance enhancing capabilities. This technology offers a number of benefits that help meet the challenges posed by both impairments in the wireless channel as well as resource constraints. അപ്പം നമുക്കൊരു മിമോ സിസ്റ്റത്തെ ഒരു മെട്രിക്സ് രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഒരു M/M മെട്രിക്സ് അല്ലെങ്കിൽ M/N, വേർ ഫസ്റ്റ് M എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസീവ് ആൻറ്റിനാസിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് വരുന്ന രണ്ടാമത്തെ പാർട്ട് എന്തായിരിക്കും? ട്രാൻസ്മിറ്റ് ആൻറ്റിനേസ്. ഇവിടെ ഇപ്പോൾ M/M ആയതുകൊണ്ട് ഫസ്റ്റ് M റിസീവ് ആൻറ്റിനയും സെക്കൻഡ് M ട്രാൻസ്മിറ്റ് ആൻറ്റിനയും. വേർ M വേരീസ് ഫ്രം 1 to n. ഓക്കെ, ഇനി മിമോ ടെക്നോളജിയുടെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ് മിമോ യൂസ് ചെയ്യുമ്പോൾ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് എന്ന് പറയുന്നത് അറേ ഗെയിൻ. അറേ ഗെയിൻ ഈസ് ദ ഇൻക്രീസ് ഇൻ റിസീവ്ഡ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ദാറ്റ് റിസൾട്ട്സ് ഫ്രം എ കൊഹറൻറ്റ് കമ്പൈനിങ് എഫക്റ്റ് ഓഫ് വയർലെസ് സിഗ്നൽ അറ്റ് എ റിസീവർ. അപ്പോൾ SNRൻ്റെ ഇൻക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ അറേ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറേ ഗെയിൻ കൂടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോയ്സ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു എന്നാണ്? ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നാണ്. ദെർബൈ ഇംപ്രൂവിങ് ദ കവറേജ് ആൻഡ് ദ റേഞ്ച് ഓഫ് വയർലെസ് നെറ്റ്വർക്ക്. അതുവഴി എന്ത് ചെയ്യും? കവറേജ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഇമ്പ്രൂവ് ചെയ്തായിരിക്കും കിട്ടുന്നത്. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പേഷ്യൽ ഡൈവേഴ്സിറ്റി ഗെയിൻ. It mitigates fading and is realized by providing the receiver with multiple copies of transmitter signal in space, frequency or time. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഫെയ്ഡിങ് എന്ത് ചെയ്യും? കുറയ്ക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ് ഒരു ട്രാൻസ്മിറ്റ് ഒരു റിസീവ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഫെയ്ഡിങ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഡാറ്റ സ്പീഡ് എന്ന് പറയുന്നത് കുറയുന്നതായിട്ടായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഈ സ്പേഷ്യൽ ഡൈവേഴ്സിറ്റി ഗെയിൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫെയ്ഡിങ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ബൈ പ്രൊവൈഡിങ് റിസീവർ വിത്ത് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ട്രാൻസ്മിറ്റർ സിഗ്നൽ. അപ്പോൾ ഒരു സിഗ്നൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ കോപ്പീസ് ആയിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഇൻ സ്പേസ്, ഫ്രീക്വൻസി ഓർ ടൈം. ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ കോപ്പീസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. With an increasing number of independent copies, the probability that at least one of the copies is not experiencing a deep fade increases, thereby improving the quality and reliability of reception. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരേ കോപ്പീസ് തന്നെ ഒത്തിരി സെൻഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പെക്യുലാരിറ്റി? ഏതെങ്കിലും ഒരു കോപ്പിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെയ്ഡ് ഇല്ലാതെ നമുക്ക് റിസീവറിൽ എന്ത് ചെയ്യാൻ പറ്റും? റിസീവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതാണ് സ്പേഷ്യൽ ഡൈവേഴ്സിറ്റി ഗെയിൻ. ഇനി സ്പേഷ്യൽ മൾട്ടിപ്ലക്സിങ് ഗെയിൻ.
MIMO systems offer a linear increase in data rate through spatial multiplexing, that is, transmitting multiple independent data streams within the bandwidth of operation. ഇപ്പോൾ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രീംസ് നമ്മൾ സെയിം ബാൻഡ് വിഡ്ത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സ്പേഷ്യൽ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. The suitable channel conditions such as rich scattering in the environment, the receiver can separate the data stream. System effectively enhancing the capacity by multiplicative factor equal to the number of streams. In general, the number of streams that can be reliably supported by a MIMO channel equals the minimum number of transmit antennas and the number of receive antennas. അപ്പോൾ നമ്പർ ഓഫ് ഡാറ്റ സ്ട്രീംസ് എത്രയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ it is equal to the minimum number of transmit antennas and number of receive antennas. ഇതാണ് സ്പേഷ്യൽ മൾട്ടിപ്ലെക്സിംഗ് ഗെയിൻ. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ഡാറ്റ സ്ട്രീംസ് എന്ത് ചെയ്യുന്നു, സെയിം ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇൻ്റർഫറൻസ് റിഡക്ഷൻ ആൻഡ് അവോയ്ഡൻസ് അടുത്തൊരു ബെനിഫിറ്റാണ്. Interference in the wireless network results from multiple users sharing time and frequency resources. Interference may be mitigated in MIMO system by exploiting the spatial dimension to increase the separation between users. For instance, in the presence of interference, array gain increases the tolerance to noise as well as interference power, hence improving signal to noise interference ratio. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അറേ ഗെയിൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്താണ് അത് അറേ ഗെയിൻ കൂടുന്നു എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ നോയ്സിനോടുള്ള ടോളറൻസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു എന്നാണ്. അതായത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടുന്നു. അതെന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്, ഇൻ്റർഫറൻസ് കുറയുന്നതിന് ഈക്വലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മിമോ സിസ്റ്റത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്മിറ്ററും കൊടുത്തിട്ടുണ്ട്, റിസീവറും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്, ഫസ്റ്റ് ഇൻപുട്ട് ബിറ്റ്സ് വരുന്നുണ്ട്, അതിനെ കോഡ് ചെയ്ത് ഇൻ്റർലീവ് ചെയ്തിട്ട് അതിനെ മാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സ്പേസ് ടൈം എൻകോഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ഇൻഡിപെൻഡൻറ്റ് ഡാറ്റ സ്ട്രീംസ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്പേസ് ടൈം പ്രീ കോഡിങ് അതുവഴി ട്രാൻസ്മിറ്റ് ആൻറ്റിനാസിലോട്ട് കൊടുക്കുന്നു. അത് നമ്മൾ അതിൽ നിന്ന് വരുന്ന സിഗ്നൽസ് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തേക്കാണ്, ഒരു വെക്ടറാണ്. പിന്നെ എന്ത് ചെയ്യുന്നു, റിസീവറിൽ എന്ത് ചെയ്യുന്നു, വൈ വെക്ടറായിട്ട് കാണിച്ചേക്കുന്നത്, അതായത് റിസീവ് ചെയ്യുന്ന സിഗ്നൽസിനെ. എന്നിട്ട് റിസീവ് ആൻറ്റിനാസ് വഴി അത് റിസീവ് ചെയ്തു മറ്റേ ട്രാൻസ്മിറ്ററിൻ്റെ തന്നെ റിവേഴ്സ് പ്രോസസ്സുകൾ നടക്കുകയാണ്. സ്പേസ് ടൈം പ്രോസസ്സിങ്, സ്പേസ് ടൈം ഡീകോഡിങ്, സിമ്പിൾ ഡി മാപ്പിംഗ്, ഡി ഇൻ്റർവ്യൂലിംഗ് ആൻഡ് ഇൻ്റർലീവിങ് ആൻഡ് ഡീകോഡിങ്. ഇതാണ് ഒരു മിമോ സിസ്റ്റത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ ഇൻഫർമേഷൻ ബിറ്റ്സ് ടു ബി ട്രാൻസ്മിറ്റഡ് ആർ എൻകോഡഡ് ആൻഡ് ഇൻ്റർലീവ്ഡ്. Interleaved code word is mapped to data symbols such as QAM symbols by the symbol mapper. These symbols are input to a space-time encoder that outputs one or more spatial data stream. അപ്പോൾ നമ്മൾ സ്പേസ് ടൈം എൻകോഡറിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ സിമ്പിൾസ് ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യും, ഡാറ്റ സ്ട്രീംസിനെ ജനറേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ദെൻ മാപ്ഡ് ടു ട്രാൻസ്മിറ്റ് ആൻറ്റിനാസ് ബൈ സ്പേസ് ടൈം പ്രീ കോഡിംഗ് ബ്ലോക്ക്. പിന്നെ എന്ത് ചെയ്യും, ഇത് നേരെ റിസീവർ സൈഡിലോട്ട് എത്തും. ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് എല്ലാം നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ മെട്രിക്സ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു സിസ്റ്റത്തിൽ MT ട്രാൻസ്മിറ്റ് ആൻറ്റിനയും MR റിസീവ് ആൻറ്റിനേസ് ഉണ്ടെങ്കിൽ നമ്മൾ മിമോ ചാനലിൻ്റെ ഗെയിനിനെ നമുക്ക് H ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഗെയിനിനെ നമുക്ക് എന്ത് ചെയ്യും, ചാനൽ ഗെയിനിനെ, ആ മിമോ ചാനൽ ഗെയിനിനെ H ആയിട്ട് ഡിനോട്ട് ചെയ്താൽ നമുക്ക് MR/MT മെട്രിക്സ് എന്ന് കിട്ടും. ആ H മെട്രിക്സിനെ എങ്ങനെ എഴുതാം, മെട്രിക്സ് ഓഫ് H11, H12 അപ് ടു H1MT. അതുപോലെ താഴോട്ട് എങ്ങനെയൊക്കെ H11, H21 നമ്മൾ സാധാ മെട്രിക്സ് എഴുതൂലേ, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അതുമാതിരി എഴുതിയാൽ മതി. അപ്പോൾ അതുപോലെ നമുക്കൊരു മെട്രിക്സ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഇവിടെ HM/N എന്ന് പറയുന്നത് എന്തായിരിക്കും, ചാനൽ ഗെയിൻ ബിറ്റ്വീൻ nth റിസീവ് ആൻറ്റിന ആൻഡ് nth ട്രാൻസ്മിറ്റ് ആൻറ്റിന പെയർ. അപ്പോൾ നമ്മൾ ആ ഒരു മെട്രിക്സ് എഴുതുമ്പോൾ ഓർക്കണം, ആദ്യം വരുന്ന എന്താണ് റിസീവും, സെക്കൻഡ് വരുന്ന എന്തായിരിക്കും, ട്രാൻസ്മിറ്റിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു മിമോ സിസ്റ്റം. നമുക്ക് സിലബസിൽ ബേസിക് കാര്യം പറഞ്ഞാൽ മതി, പഠിച്ചാൽ മതി. എന്താണ് മിമോ സിസ്റ്റം, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, ബിൽഡിംഗ് ബ്ലോക്ക്,
അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ ഒരു കപ്പാസിറ്റീൻ്റെ ഇക്വേഷൻ, ആ ഒരു മെട്രിക്സ് ഫോമിൽ എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക്കായിട്ട് ഒരു 5 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഓക്കെ.